ഹായ് ഹലോ. നമ്മളിതാ ഇപ്പോൾ ഉള്ളത് പാലക്കാട് ധോണിയിലാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു ഈവനിങ് വാക്കിന് വേണ്ടി ഇറങ്ങിയതാണ്. ആക്ച്വലി നമ്മളിവിടെ ഒരു ഫാം ഉണ്ട്, നമുക്ക് ധോണി ഫാം ഉണ്ട്, അത് വേറെയാണ്. ഇതല്ലാതെ നമ്മുടെ തൊട്ടടുത്തൊരു കോളേജ് ഉണ്ട്, ലീഡ് കോളേജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ കോളേജുകാരുടെ ഒരു ഫാം നടത്തുന്നുണ്ട്, കുറച്ച് അനിമൽസും അതുപോലെ തന്നെ കുറച്ച് കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അത് നമ്മളൊന്ന് പോയി വിസിറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ, കുറേ നാളായിട്ട് ഇതിൻ്റെ ഓണർ നമ്മളെ വിളിക്കുന്നുണ്ട് ഒന്ന് കാണാൻ വരാൻ പറഞ്ഞിട്ട്. നമ്മൾ ഇത്രയും അടുത്തായിട്ട് പോലും നമുക്കിതുവരെ കാണാൻ പോകാൻ പറ്റിയിട്ടില്ല. ഭയങ്കര ഒരു വിശാലമായിട്ടുള്ള കുറേ സ്ഥലം എടുത്തിട്ട് അവർ ചെയ്തേക്കുന്നതാണ്. അത് ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ ദൂരം ഇവിടെ നടക്കാൻ തന്നെയുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ ഇതൊരു കോളേജാണ്. അപ്പോൾ കോളേജിലെ കുട്ടികൾ മിക്കവാറും വൈകിട്ട് വന്നിട്ട് അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, സ്പോർട്സ്, അങ്ങനെ പല കാര്യങ്ങൾക്കും ഇവിടെ അവർ വരാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അവർ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവർ വൈകുന്നേരം വന്ന് ഇതിലാണെന്ന് തോന്നുന്നു ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ. ആക്ച്വലി കോളേജ് ഭയങ്കര നല്ലതാണ്. അവർ ഇങ്ങനെ ഒരു എന്താ പറയുക, നമ്മുടെ കരിക്കുലം അക്കാഡമിക്സ് മാത്രമല്ലാതെ പല രീതിയിൽ കുട്ടികളെ മോൾഡ് ഔട്ട് ചെയ്തെടുക്കുന്ന ഒരു കോളേജാണ്. പിന്നെ ഇത്രയും വിശാലമായൊരു സ്ഥലം കൂടി കിട്ടുമ്പം ഇതെല്ലാം ചെയ്യാനും അവർക്ക് നല്ല സൂപ്പറാണ്. ആക്ച്വലി ഞാനിവിടെ വന്നിട്ട് കുറേ ദിവസമായി ഇതിൻ്റെ അകത്തോട്ട്. അപ്പോൾ എനിക്ക് തന്നെ ഒരു അതിശയം തോന്നി ഇത്, കാരണം ഇത് ഫുൾ കുറേ കാട് പിടിച്ച പോലെ കിടക്കുന്ന സ്ഥലമായിരുന്നു. അതാ അവർ വെട്ടിത്തെളിച്ച് ഇത്രയാക്കി എടുത്തത്. അങ്ങനെ നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മുടെ കുതിരേനെയാണ് നമ്മളിവിടെ കണ്ടത്. കാരണം കുറേ അനിമൽസിനെ ഇവർ റിസർവ് ചെയ്തിട്ടുള്ള ഒരു പ്ലേസാണ്. അപ്പോൾ എനിക്കൊന്ന് ആദ്യമായിട്ടാണ് കുതിരേനൊക്കെ കാണുന്നത്. അപ്പോൾ അവൻ കുറച്ച് എക്സൈറ്റഡ് ആയിട്ട് എല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾക്ക് പൊതുവേ അനിമൽസ് ഭയങ്കര ഇതായിരിക്കുമല്ലോ. ആക്ച്വലി ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നമുക്ക് കോഴി അവർ മറ്റേ ഈ ഇറച്ചിയുടെ പർപ്പസിന് വേണ്ടിയിട്ടും, അതല്ലാത്ത നമ്മുടെ അല്ലാത്ത മുട്ടക്കോഴികളും നമ്മൾ വെറൈറ്റി ആയിട്ട് കാണുന്ന കോഴികളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പശുക്കുട്ടന്മാർ ഇവിടുത്തെ ഒരു വലിയ സ്പെഷ്യാലിറ്റിയാണ്. കാരണം പശു കറവ തന്നെയാണ് ചെയ്യുന്നത്. പാൽ ഇവിടെ ഇവർ സൊസൈറ്റിയിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒട്ടും മായം ചേർക്കാത്ത നല്ല പാലായിരിക്കും ഇവിടെ നിന്ന് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഏതെങ്കിലും ഒരു സിനിമ ഓർമ്മ വരുന്നുണ്ടോ? എനിക്ക് ആക്ച്വലി ഇവിടെ വന്നപ്പോൾ തൊട്ട് നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു സിനിമയുണ്ടല്ലോ, ഇവിടം സ്വർഗമാണെന്ന് പറഞ്ഞിട്ട്, എനിക്ക് അതേ വൈബാണ് ഇവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. ഈ ഒട്ടകക്കുട്ടനെ ഓർമ്മയുണ്ടോ? മുമ്പ് എപ്പോഴത്തെ ഷോർട്സ് അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇവനെ നല്ല പരിചയം. കാരണം മുറ്റത്തൊരു ഒട്ടകം എന്ന് പറഞ്ഞിട്ട് ഇവനാണ് അന്ന് നമ്മുടെ മുറ്റത്ത് വന്നത്. പിന്നെ കഴുതക്കുട്ടികൾ കുറേ ഉണ്ട്, ബാക്കി എല്ലാവരും മേയാൻ പോയേക്കും, ആരും തിരിച്ചെത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇവൻ മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. അവൻ പിണങ്ങി നിൽക്കുകയെന്ന് തോന്നുന്നു. മൊത്തത്തിൽ അവൻ്റെ മൂഡ് ശരിയല്ല. അങ്ങനെ ഇതൊക്കെയായിരുന്നു അവിടുത്തെ മേജർ ഉണ്ടായിരുന്ന അനിമൽസ്. പിന്നെ കുറച്ചും കൂടെ അവിടെ ഉണ്ട് ഏതൊക്കെയോ, പക്ഷെ അവരുടെ അടുത്തേക്ക് അധികം പോകാൻ പറ്റിയില്ല. ഈ കോഴീനെയും താറാവിനെയും, പിന്നെ താറാവൊക്കെ അവിടെ താഴെ തോട്ടിൽ ഇരിക്കുകയെന്ന് പറഞ്ഞു. പിന്നെ ബാക്കിൽ ചുറ്റും മയിലാണ്. പക്ഷേ നമ്മൾ വന്നപ്പോഴേക്കും അവരൊക്കെ പറന്ന് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അതിവർ വളർത്തുന്നതല്ല കേട്ടോ, പക്ഷേ അത് ബാക്കിൽ വന്നിങ്ങനെ നിരയായിട്ട് എപ്പോഴും നിൽക്കുന്ന കാണാം. പിന്നെ എന്തായിരുന്നു ഇവിടെ ഉള്ളത്? ഇത്രയൊക്കെ തന്നെ എന്താണെന്ന് ഉള്ളത്. പിന്നെ ഒരു സ്പെഷ്യൽ ജമുനാപ്യാരി ആണോ ഇവൻ എന്ന് എനിക്കറിയത്തില്ല, അവൻ്റെ ബോർഡൊന്നും അവിടെ കണ്ടില്ല. എന്തായാലും ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ആടാണ്. എന്തായാലും എല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് താഴേക്ക് ഇറങ്ങി. എന്ത് രസമാണെന്ന് നോക്കിയേ കാണാനൊക്കെ. നല്ല കാറ്റുണ്ടായിരുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയാണ് വൈകുന്നേരം കാറ്റെന്ന് പറഞ്ഞത്. അത്രയും സുഖമാണ്. ഇവിടുത്തെ കാറ്റെന്നൊക്കെ പറയുമല്ലോ, അതുപോലെയാണ്. അത്ര രസമാണ് കണ്ടിരിക്കാനും. നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആകും ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങി ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ. നമ്മൾ ആക്ച്വലി ഇവിടെ സിറ്റിയിലായിരിക്കുമ്പം ശരിക്കും ആ സിറ്റിയുടെ ആ ഒരു തിരക്ക് പിടിച്ച് ഇങ്ങനത്തെ ഒന്നും കാണാനില്ലാതെ പെട്ടെന്ന് നമ്മുടെ നാട്ടിലെത്തി ഇത്രയും വിശാലമായിട്ട് ഇതൊക്കെ കാണാൻ കിട്ടുമ്പം ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ. ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. അത് ഞാൻ കുറേ കൃഷിയും അവർക്കിവിടെ ഒരുപാടുണ്ട്. ഇത് മാത്രമല്ല താഴത്തോട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ കൃഷി ചെയ്യുന്നുണ്ട്. ഇതതിൽ ഡ്രാഗൺ ഫ്രൂട്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ അവർ ഇതിലാന്ന് തോന്നുന്നു താറാവിനെയും ബാക്കി കാര്യങ്ങളൊക്കെ അവർ ഇതാക്കുന്നത്. പിന്നെ ഈ മൃഗങ്ങളെല്ലാം കുളിപ്പിക്കാൻ കൊണ്ടുവരുന്നത് ഇങ്ങോട്ടാണ്. അപ്പോൾ വെള്ളം കണ്ടപ്പം ആക്ച്വലി നമ്മുടെ വീടിൻ്റെ അവിടുത്തെ തോടിൽ അവർ ബണ്ട് കെട്ടി, പിന്നെ വെള്ളം അങ്ങോട്ടേക്ക് അധികം ഇല്ല. പക്ഷെ ഇവിടെ വന്ന് ആ വെള്ളം കണ്ടപ്പോൾ അതൊരു പ്രത്യേക രസം.
പിന്നെ വെള്ളത്തിൻ്റെ അവിടെ അധികം നിന്നില്ല, കാരണം പിള്ളേർ പിന്നെ എന്ത് ചെയ്ത് അവിടെ നിന്ന് പോകത്തില്ല. അതാ കുട്ടികളുമായിട്ട് ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കളിക്കാൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ നമ്മൾ തിരിച്ചത് വീട്ടിലെത്തി. ഇത് എൻ്റെ കഴിഞ്ഞ ധോണി വ്ളോഗ് കണ്ടവർക്ക് അറിയാം, ഇവിടെ നമ്മൾ പണി എടുക്കുന്ന സമയത്തായിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ഫുൾ കഴിഞ്ഞ് ബണ്ടൊക്കെ കെട്ടി അവിടെ സെക്യൂർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ നായ്ക്കുട്ടികളൊക്കെ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ ബൈ. തെങ്ങൊക്കെ കടപുഴകി അവിടെ എല്ലാം വെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം. ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബൈ.